ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ജബൽ ഷംസിലാണുള്ളത്. ജബൽ ഷംസിലൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ പറ്റുമെന്ന് കരുതി ഞങ്ങൾ രാവിലെ വന്നു. സൺറൈസ് കാണാൻ പറ്റി, പക്ഷെ സണ്ണ് ഇങ്ങനെ ആയിപ്പോയി. റൈസ് ആയിട്ടാണ് കണ്ടത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി. പക്ഷെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് സൂര്യ ഉദിക്കും. നമുക്ക് ആ വ്യൂ കിട്ടിയില്ല. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഉള്ളൊരു വൈബും ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ്. നോക്കിയേ, ഗൈസ്, അങ്ങനെ നമ്മൾ സൺറൈസും തേടിയുള്ള യാത്രയിലാണ്. ഓക്കെ, സെറ്റ് ഏരിയ ആണ് കേട്ടോ. ആ ഡേഞ്ചർ പിടിച്ച ഏരിയ ആണ്. ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. വാവ്, സെറ്റ്. കൊണ്ടിറങ്ങാൻ പറ്റുമോ? ആൾക്കാരുണ്ട് ഇവിടെ അവിടെ കൊണ്ട് കാല് വെക്കാനൊക്കെ ഒരു പേടി. ഇതൊക്കെ താഴെ ഒരു കിളി പറക്കണെങ്കിൽ എന്താടാ സാധനം ആ പറക്കണത്? അടിപൊളി കേട്ടോ. ഒരു ഗ്യാപ്പ് അതുപോലെ തന്നെ വന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളമൊഴിച്ച് ഇങ്ങനെ പോകും. അവിടെ ഒരു വെള്ളമൊലിക്കുന്നൊരു ഗ്യാപ്പുണ്ട്. വെള്ളച്ചാട്ടത്തിനൊരു ചാല് കാണുന്നുണ്ട്. ഇങ്ങനെ ചാടി 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 ഇങ്ങനെ പോകും. അടുത്തായിട്ട് പിന്നെ നമ്മൾ വന്നിരിക്കണ ഇടം സൂപ്പർ, അടിപൊളി മച്ചാൻ, അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ജബൽ ഷംസിലാണുള്ളത്. ജബൽ ഷംസിലൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ പറ്റുമെന്ന് കരുതി ഞങ്ങൾ രാവിലെ വന്നു. സൺറൈസ് കാണാൻ പറ്റി, പക്ഷെ സണ്ണ് ഇങ്ങനെ ആയിപ്പോയി. റൈസ് ആയിട്ടാണ് കണ്ടത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി. പക്ഷെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് സൂര്യ ഉദിക്കും. നമുക്ക് ആ വ്യൂ കിട്ടിയില്ല. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഉള്ളൊരു വൈബും ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ്. നോക്കിയാൽ ഇത് കുറച്ച് റിസ്കി ഷോട്ടാണ്, റിസ്കി ഏരിയ ആണ്. പക്ഷെ എന്താ ചെയ്യാ, നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ടീംസ് നിൽക്കുന്നത് ആ അറ്റത്താണ് വണ്ടി ഇട്ടുള്ളത് കേട്ടോ. ആ അറ്റത്ത് വണ്ടി ഇട്ട് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ നടന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്തുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് ഇനി പോകേണ്ട ഈ ജബൽ ഷംസ് അവിടെ ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അടിപൊളി ഇത് കേട്ടോ. ബേസ് ക്യാമ്പ് ആയതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിവിടെ രാത്രി ഇവിടെ തന്നെ ക്യാമ്പയിനൊക്കെ ചെയ്തത്. ചിക്കൻ ചുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നേരം വെളുത്ത് കിഡ് സ്പോട്ടാണ്,
സൺറൈസ് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ്. സൺറൈസ് ഇത്ര ഇങ്ങനെയൊക്കെ കിട്ടുന്നു, പക്ഷെ എന്നാലും അടിപൊളി സ്പോട്ട്, അടിപൊളി നല്ല ക്ലൈമറ്റ്. അതൊക്കെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയുണ്ടോ സച്ചേ? അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി സൂപ്പർ. ഒമാനി വരുന്നവർ ഒരു വേണമെങ്കിലും കൂടെ വരണം ആ അല്ലേ? അങ്ങനെ കേസ് നമ്മൾ സൂര്യാസ്തമയം കാണാൻ വന്ന് കിട്ടിയില്ല, പക്ഷെ സൂര്യോദയം കണ്ടു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഈ വ്യൂ പോയിന്റിലുള്ള കടകൾ എന്ന് പറഞ്ഞാൽ ഈ 2 കടകൾ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് ഷോപ്പുകളുണ്ട്, ടീ ഉണ്ട്, അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കിട്ടും. പിന്നെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നൈറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലിരുന്ന് കഴിക്കാം, നല്ല രസമാണ്. പക്ഷെ റേറ്റ് നല്ല റേറ്റാണ് ഉണ്ടാവും, നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ അവിടുന്ന് താഴ്ത്തുനിന്ന് വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇതാക്കി. പിന്നെ ഇവിടെ ചെറിയൊരു വ്യൂ ഉള്ളൂ. ഇവിടുത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. പക്ഷെ നമ്മൾ പോയ വ്യൂ പോയിൻ്റ് അത് ആ കാണുന്ന ഇതിൻ്റെ മുകളിൽ പോയിട്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ പോയിട്ടാണ് നമ്മൾ കണ്ടത് എല്ലാ വീഡിയോസ് എടുത്തിട്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള വ്യൂ. പൊന്നോടാവേ കാണുമ്പോൾ തന്നെ ഒരു സൂര്യനതാ കയറിയാണ്. ആളുകളൊക്കെ ഫാമിലീസ് ഒരുപാട് പേര് സൂര്യനെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം മസ്റ്റാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യണം. ഇനി ഇവിടെ കുറച്ച് ലൊക്കേഷൻ കൂടി ഉണ്ട്. സൺസെറ്റ് കാണാൻ പറ്റിയൊരു ലൊക്കേഷൻ ഉണ്ട്. നമുക്കത് നൈറ്റിൽ വന്ന കാരണം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി അതൊക്കെ ഒന്ന് നോക്കി കവർ ചെയ്ത് ഇവിടെ ലാസ്റ്റിലുള്ള 2 വ്യൂ പോയിന്റുകളൊക്കെ നോക്കി നമ്മളങ്ങനെ വണ്ടി ഇവിടുന്ന് ഇറങ്ങും. ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടുകളാണ് കേട്ടോ. അവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് ക്യാമ്പ് ചെയ്യാനൊക്കെ. പിന്നെ ഒരുപാട് ആൾക്കാർ കച്ചറകൾ കൊടുന്നിട്ടിട്ട് വീണ്ടും മോശമാണ് അവിടെ. അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കിടക്കുന്നത്, ഇത് കാറ്റിന് അങ്ങോട്ട് പോകുന്നു വരുന്നു ഒക്കെ ഓപ്പണായി. കുറേ വേസ്റ്റ് ബാസ്ക്കറ്റ്, വേസ്റ്റ് ബോട്ടിലുകളൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇവിടെ കിടക്കുന്നത്. അതൊക്കെ എന്താ പറയുക. ഓക്കെ വ്യൂ നോക്കി. സൂര്യൻ അടിക്കുന്ന കാരണം അവൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലല്ലോ. ഒരു മഞ്ഞിൻ്റെ ഒരു ഷേഡോ അടിച്ച് കിടക്കണം, കിട്ടുന്നില്ല. ഈ കുന്നിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഇത് കിട്ടിയിരുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ നേരത്തെ പോയ വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു. ക്യാമ്പിങ്ങിനുള്ള അടിപൊളി സ്ഥലമാണ്, ക്യാമ്പ് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ട്. ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സുകളൊക്കെ വന്ന് ക്യാമ്പ് ചെയ്ത് അതിൽ പോയിട്ടുണ്ട്. സൺസെറ്റ് കാണാനായാലും ശരി, സൺറൈസ് കാണാനായാലും ശരി.
ആടി കയറി ഇറങ്ങാൻ നമുക്ക്. നമ്മൾ കട്ട് ചെയ്ത സ്പോട്ട് ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതാണ്. അത് ആ വഴിയാ, അവിടെ നിന്നാണ് തിരിയണ്ടത് അല്ലേ? ആ ഗ്രീൻ ബോർഡ് കാണാം. അവിടെ ഇങ്ങോട്ട് വന്നു. ഞാൻ ആ സാധനമാണ് എടുക്കാൻ വേണ്ടി നോക്കിയത്, പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. ആ പാറയുടെ മുകളിലേക്ക് ഒരു മരം കണ്ടോ? ആ വീടിന്റെ അപ്പുറത്തേക്ക് ഞാനതൊന്നും എടുത്ത് രാജ മരങ്ങളുടെ അത് മണ്ണുണ്ടോ പാറയില്? വീരിറങ്ങിപ്പോയിട്ട് കടയാട്ടോ. ഇത് എന്ത് രസമുണ്ട് ആളുകളെ കാണാൻ. ഗൈസ്, അങ്ങനെ നമ്മളിതാ ഓഫ് റോഡ് കയറാൻ പോവാണ് വീണ്ടും. ഇവിടെ എന്തൊക്കെ ഇതുകളുണ്ട് കേട്ടോ. അതിനൊക്കെ കയറിക്കോളെ കയറിക്കോ കേട്ടോ. ഇറങ്ങി താഴേക്ക് അതിന്റെ മുകളിലൊരു വണ്ടി എടുക്കണമെങ്കിൽ എങ്ങനെയൊക്കെ കയറ്റി കിട്ടി. അപ്പുറത്തൂടെ വേറെ വഴി ഉണ്ട് തോന്നുന്നു അല്ലേ? വഴി പോകാൻ അതന്നെ.